ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ക്രാഫ്റ്റ് വേൾഡ് എപ്പിസോഡായിട്ടാണ്. ഇന്ന് ഞാൻ കുറേ കാര്യങ്ങൾ ഓഫ് ക്യാമറ ഇന്ന് ചെയ്തിട്ടുണ്ട്. ബാക്കിലുണ്ട് ഒരു ഫാം ചെറുതായിട്ട്, അതിക്ക് സീഡ് ഇനി കുറേ ഒപ്പിക്കണം. പിന്നെ ഇവിടെ ഒരു കുട്ടി ഷുഗർ കെയിൻ ഫാമും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതായിരിക്കണം, ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മളുടെ വീട് നോക്കും, അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ വീട്. അപ്പോൾ ഇനി നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു മൈനിങ്ങിന് പോകണം എന്നാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മളിന് മൈനിങ്ങിന് പോകുന്നതായിരിക്കും. അതിന് മുമ്പ് നമ്മളുടെ വീട് ഇത് കണ്ടോ, നമ്മളിങ്ങനെ ഒരു വഴി ഉണ്ടാക്കിയിട്ട്, വഴി എന്ന് പറയാൻ പറ്റില്ല, നമ്മളിങ്ങനെ ഓരോ ചെറിയ ഡെക്കറേഷൻ അത്രയാണുള്ളൂ. പിന്നെ ആ സൈഡ് ബെഡ്, ഈ സൈഡ്, ഇതൊക്കെ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. നേരൊക്കെ വന്നാൽ ഇങ്ങനൊരു സംഭവമാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ കൂടാരന്മാരി, ഉള്ളിലൊരു സ്റ്റോറേജ്, ഫുൾ സ്റ്റോറേജാണ്. അപ്പോൾ നമുക്ക് വന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ പിന്നെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറേ ബ്ലോക്ക് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഒക്കെ കുഴിച്ച് മാറ്റി. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് കാരണം നമ്മളുടെ മൈനിങ് ഏരിയ നമ്മൾ സെറ്റാക്കാൻ പോകുന്നത് ഇവിടുന്ന് അടിയിലോട്ട്. അപ്പോൾ ടൂൾസ് എടുക്കും. അപ്പോൾ നമ്മൾക്ക് മൈനിങ്ങിന് പോകാൻ നമ്മളുടെ ഇപ്പോൾ കുറേ ടൂൾസ് ഉണ്ടാക്കിയില്ലേ? അപ്പോൾ കുറച്ച് കോളുള്ളൂ. ഇപ്പോൾ നമ്മൾ മൈനിങ്ങിന് പോവുകയാണ്. എവിടെയാണ്? ഇവിടെ പോരെ മൈനിങ്? പോരെ? എന്തായാലും ഇവിടെ തന്നെ. അപ്പോൾ കുഴിച്ച് വാ, ഞാൻ ഈ സൈഡ് കുഴിക്കാൻ, നീ അവിടെ. ഓക്കെ, ഇത് പോരെ? ബെഡ് എടുത്തോ? ഒരു ബെഡ് എടുത്തോ? ബെഡ് ഇല്ലെങ്കിൽ പെടും. അല്ല, ഇച്ചക്ക് തന്നാണ്ടി, ഞാൻ ബാക്ക് അടിച്ചോളാം. ഇത് ബാക്ക് അടിച്ചോണ്ടി, ഇത് ലെഫ്റ്റ് ആയാൽ മതി ഗെയിമിന്. അപ്പോൾ നമുക്ക് ഇനി ഐറ്റംസ് നോക്കാം. നമ്മൾ കുറേ മൈൻ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് കോള് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മൈൻ ചെയ്തെടുക്കാം. കോളി നമ്മൾ കുറേ എടുത്തിട്ടുണ്ട്. ഈ കട്ട നമുക്ക് ആവശ്യമുണ്ടോ? പിങ്കല്ല ഇത്, വേണോ? സ്വിമ്മിങ് പൂളൊന്നും പറയണ്ടാവില്ല, നമ്മളൊരു നോർമൽ കുളം. പിന്നെയും കോൾ കിട്ടി ഗൈസ്, കോൾമയാണ്. അടിയിലോട്ട് പോവാം, മൈൻ ചെയ്ത് പോവാം. പിങ്ക് കട്ടൊക്കെ പിന്നെ എടുക്കാം. നോക്കട്ടെ, ഞാൻ കുറച്ചുകൂടി ടോർച്ച് ഉണ്ടാക്കട്ടെ. ഓക്കെ, നമുക്ക് മൈൻഡ് ചെയ്ത് അതാ ഇവിടെ നോട്ടെ. ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ടേസ്റ്റിനൊക്കെ ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ വരാം. ഓക്കെ, ഇനി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ മൈൻഡ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഒന്നും ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. ഗായ്സ്, അയൺ കിട്ടി. അയൺ കിട്ടി. ഇതായിരിക്കണോ? 2 ഉണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് ഇനി ഉണ്ടാവാം, അറിയത്തില്ല. ഉണ്ട്, 4 ഉണ്ട്. ഗായ്സ്, 5 നമ്മളെ ഇതിലത്തെ ആദ്യത്തെ അയണാണ് ഇട്ടത്. ഇത് കണ്ടോ, നമുക്ക് ഈ ബ്ലോക്ക് ഓറായിട്ടാണ് കിട്ടുക അയണ്. അത് നമ്മൾ പോയി ഇനി സ്മെൽറ്റ് ചെയ്യണം. അപ്പോൾ അയൺ ഇങ്ങോട്ടായി കിട്ടും.
നമ്മളിങ്ങനെ കുഴിച്ച് പോവാണ്. ലൈറ്റ് കിട്ടുമ്പോൾ കിട്ടി ഇങ്ങോട്ട് ഇറങ്ങാണ്ട് പോവാണ്. അപ്പോൾ കുറച്ച് പോന്നപ്പോൾ തന്നെ നമുക്ക് അയൺ കിട്ടിയോ? എത്ര ഉണ്ടോ എന്ന് തപ്പിക്കോ. ഓർക്കും അങ്ങനെ അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഡയമണ്ട് കിട്ടുമോയെന്ന് അറിയത്തില്ല. ഫർണസൊന്നും കൊടുത്തിട്ടില്ല. ഫർണസ് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഉണ്ടാക്കാം. ഡയമണ്ട് കിട്ടണം. ഡയമണ്ടൊക്കെ ഇപ്പം തന്നെ കിട്ടും. ഇനി പറയാൻ പറ്റൂല. നമുക്ക് റെഡ് സ്റ്റോൺ എന്ത് കിട്ടുകയാണെങ്കിലും അയൺ വേണം. റെഡ് സ്റ്റോണിൽ ഗോൾഡ്, ഡയമണ്ട് ഇതൊക്കെ എടുക്കണമെങ്കിൽ അയൺ പിക്ക്. നിൽക്ക് നമ്മൾ സ്പൈഡറിൻ്റെ ഒച്ച കേൾക്കണ്ട. അതായത് ഇവിടെ ഇവിടെയായിട്ടൊരു കേവ് ഉണ്ട്, ഒരു ഗുഹ. പിന്നെ ഏതാണ് ആ ഗുഹ എന്ന് അറിയത്തില്ല. എവിടുന്നാണ് ആ ഒച്ച? പിന്നെയും കോള് കിട്ടി. കോൾ ആവശ്യമില്ല. നമ്മളൊക്കെ കുറച്ച് കോളിപ്പോൾ ഇല്ലേ? 17. ഇവിടുന്ന് ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പം ഓക്കെ, ഞങ്ങളങ്ങനെ കുഴിച്ച് പോവാണ്. വെള്ളവും കിട്ടും. അപ്പോൾ ആ കേവാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമോ അറിയത്തില്ല. ഗൈസ് ലാപ്പിസ് ലാപ്പിസ് കിട്ടി. നമ്മളുടെ വാള് എൻചാൻറ്റ് ചെയ്യേണ്ട ഐറ്റം. തപ്പി കിട്ടി. കേവ് കിട്ടി. വള്ളം തന്നെ. അയ്യോ, ഇത് കൊള്ളാണ്. അതിൻ്റെ മേലെ കേവിൻ്റെ ഈ വള്ളത്തിൻ്റെ ഉള്ളിൽ കൂടി മേലെ കയറാം. അയ്യോ, ഓക്കെ, നമ്മൾ ഇവിടെ എത്തി. ഇല്ല, കയറി കുറച്ച്. അയണ് ലാവുണ്ട് ഇവിടെ. ഗായ്സ്, നമുക്ക് നല്ലൊരു കേവ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു അടിപൊളി കേവാണെന്നാണ് തോന്നുന്നത്. അയണ് മൈൻഡ് ചെയ്തില്ലേ? നിൽക്കേ, ഇവിടെ വാ. ഇവിടെ അയണുണ്ട്, അത് മൈൻഡ് ചെയ്തെടുക്ക്. ഞാനപ്പോൾ ഇതിനെ തപ്പി നോക്കട്ടെ. ഇടി വന്ന വഴി ഓർക്കണം കേട്ടോ. അയ്യോ, എടി ഇതടി കണ്ടില്ല ചേ. ഗായ്സ്, നമ്മൾ ഇത് നല്ല നീളമുള്ള കേവാണെന്നാണ് തോന്നുന്നത്. അതെ, പക്ഷെ അത് ഓലി. അയ്യോ, സ്പൈഡർ. ഗായ്സ്, ഈ വെള്ളം അടയ്ക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മൾ വെള്ളം നിർത്തിയിട്ടുണ്ട്. ഇവിടെ പിന്നെയും മഴയാണല്ലോ. സ്ട്രിങ് കിട്ടി. അയ്യോ, ഇങ്ങോട്ട് വാ. ക്രീപ്പർ ഫുഡാണ്. ഉയില് അടിയില്ലേ. എടി, ഇത് വലിയ കേവാണ്. നല്ല വലിപ്പുണ്ട്. സ്കെൽട്ടനാ പോടാ. നല്ല അടിപൊളിയായിട്ടുണ്ട്. സ്കെൽട്ടനെ വന്നു. കോളിപ്പോൾ എടുക്കണ്ട. ഇവിടെ അയണുണ്ടായിനോ? അതെടുക്കേ. അതാക്കണു. ഇവിടെ വേറെതാ കണ്ടില്ലേ? നമുക്കിനി അടിക്കൊക്കെ പോയി നോക്കണം. പക്ഷെ വഴി മറക്കാൻ പാടില്ല. നമുക്ക് ആദ്യം ലാവുള്ളടത്തേക്ക് പോവാം. എന്ത് എടി പിന്നെ തലുണ്ട്. എടി, റെഡ് സ്റ്റോണ്. അതിന് മുമ്പ് നമുക്ക് ഇതൊരു ഫർണസ് ഉണ്ടാക്കേ. വേണ്ട, എൻ്റെയൊക്കെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. ഒരു ഫർണസ് ഉണ്ടാക്കി. വേണ്ട, ഞാൻ ഉണ്ടാക്കി. ഇതിക്കച്ചോ, മറ്റേ എൻ്റെ അയണൊക്കെ ഇതിക്കച്ചോ. ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. എനിക്കും വേണോ? ഇതിപ്പോൾ അയണ് തീക്ക് വെച്ചോ.
നമുക്ക് റെഡ് സ്റ്റോൺ ഉണ്ട് ഇവിടെ. എന്ത് ഇവിടെ തൊയ്യ അതിപ്പോൾ അടിയൊക്കെ ആയിട്ടുണ്ടാവും. നിൽക്കണം ഓടുതാ. മനസ്സിനെ പിടിപ്പിക്കാനായിട്ട് ഞാനൊരു പിക്കാക്സ് ഉണ്ടാക്കി. എനിക്ക് വേണമെങ്കിൽ എടുത്തോ പിക്കാക്സ്. ആ പിന്നെ സ്റ്റിക്കാണോ? ഏട്ടി ഇവിടെ മിക്കവാറും ഡയമണ്ട് ഉണ്ടാവുള്ള ചാൻസ് നല്ല ഞാൻ കാണും. അല്ല ഉണ്ട് എന്നല്ല, ചാൻസ് നല്ല ഞാൻ കാണുന്നുണ്ട്. ഓക്കെ എന്നാൽ സ്റ്റിക്ക് ചെയ്യാൻ തന്നോണോ? ഓക്കെ ഇനി നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ. ഇവിടെ നല്ല തപ്പിക്കോ, മുക്ക് മൂലിയും തപ്പിക്കോ. അയണ് കുറേ ഉണ്ടാവും. അയണ് ഡയമണ്ട് റെഡ് സ്റ്റോൺ കുറേ കിട്ടി. ഇവിടെ പക്ഷെ നമുക്കൊന്നും കാണുന്നില്ല. ഇന്നത്തെ മൈനിങ് ഏതായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. അയ്യോ ഒന്നുണ്ടായി. ആ മരണ്ട്. വുഡാണോ? എടി 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 പേടിപ്പിച്ചല്ലേ മനുഷ്യനെ പഠിപ്പിക്കുക. ഈ വുഡ് എടുത്താ അത് ഔട്ടല്ലേ? പിന്നെ ആ വുഡിന്ന് ഇങ്ങോട്ട് വരൂല. എന്തേ ഇവിടെ അയണും ഉണ്ട്, നമ്മളുടെ സ്റ്റോണും. അയണ് നമുക്ക് കുറേ കിട്ടും കേട്ടോ. ഇനി ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇനി എന്തെങ്കിലും ഡയമണ്ട് നമുക്ക് കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കായ്സ് ഞാൻ ലാവയിൽ വീണ് ചത്ത്. കുറേ റെഡ് സ്റ്റോണും അയണൊക്കെ ഉണ്ടായിന്. പിന്നെ കുറേ അയണ് ഞാൻ ഇവിടെ ഫർണസിൽ വെച്ച്. അയണ് കുറച്ചുണ്ടായിരുന്നുള്ളൂ, റെഡ് സ്റ്റോൺ കുറേ ഉണ്ടായിരുന്നു. ഡയമണ്ട് ഉണ്ടോ? എന്നാൽ മൈൻ ചെയ്യുകയാണെങ്കിൽ ചെയ്തോ. ഞാൻ എന്തായാലും വരാം. അയ്യോ ഞാൻ നമ്മുടെ ആദ്യത്തെ സ്പോണിലാ. വഴി അറിയാം എനിക്ക്. ഇവള് പറഞ്ഞ ഇവിടെ ഡയമണ്ട് ഉണ്ടായിരിക്കും. ഇതാണ് ഡയമണ്ട്. ഗോൾഡും ഉണ്ട് ഗായ്സ്. 3 ഗോൾഡും ഡയമണ്ട്. നമ്മളൊരൊറ്റ ചത്ത്. അത് മൊത്തം അടക്കണ്ട, അവിടെ നിന്നോട്ടെ. ലൈറ്റ് ചെയ്യാതാവും മൊത്തം അടച്ചാൽ. ഗായ്സ് റെഡ് സ്റ്റോണും ഗോൾഡ് എല്ലാതും ഉണ്ട്. പക്ഷെ ഒരൊറ്റ ചത്തപ്പം ഇന്ത്യക്കുള്ള എല്ലാം പോയി. ഒരു ഡയമണ്ട് ഉള്ളൂ. അത് എടുത്തോ. ഇനി വേറെ ഡയമണ്ട് അവിടെ അയാണാണ്. ഇത് പൊട്ടിച്ചത് ഞാൻ പഠിക്കുമ്പാടി ഒരു വഴി ഉണ്ടാക്കിക്കാം. ഇവിടെ കൂടി പോകും. നമുക്കിനി ഇങ്ങനെ പോവാം. മറ്റേ ശരിയാവില്ല, എൻ്റെ കൺട്രോള് പേക്കും. ഇവിടെ വലിയ കേവാണ്. ഡയമണ്ട് കുറേ ഡയമണ്ട്. എന്നാ ചെടുത്തോ, ഇത് ചെടുത്തോ. എന്നിട്ട് വരുൻ്റെ വഴി തന്നെ ഉണ്ട്. ഓക്കെ കണ്ടില്ലേ? കുറേ ഉണ്ട്. 4 എടുത്തോ. ഓക്കെ എടുത്തില്ലേ? എനിക്കാകെ ഒന്നിട്ടിട്ടുള്ളൂ. എന്നിട്ടല്ലേ. ഓക്കെ ഇവിടെ ഇനിയും ലാവുണ്ട്. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് കാണുന്നില്ല. അയണെടുത്തോ. അയണുണ്ടോ? ആ അയണെടുക്കുമ്പോൾ അതിൻ്റെ മേലെ കയറിക്കണ്ട, അതിൻ്റെ അടിയിൽ ലാവയ്ക്കാരം. അത് നോക്കിയെടുത്തോണ്ടി. എടി വലിയ കേവ്, നല്ല വലിയ കേവ്. ലാപ്പിസ്. ഇത് ഗോൾഡ് കുറേ. എന്ത് നെഞ്ചെടുക്കാത്ത ഒക്കെ ഞാൻ ഇവിടെ വെറുതെ മേലക്ക് വാ. എടി ഇത് വലിയ കേവാട്ടാ. മിക്കവാറും നമ്മൾ വഴി തെറ്റും. എന്താ ഡയമണ്ടാണോ? എടി കോളുണ്ട്. കോള്
ഉണ്ടല്ലോ. പിന്നെ ബാക്കിൽ നിന്ന് വന്നിട്ടുണ്ടാവും ഒരു ക്രീപ്പർ. ഇജണ്ടാ ഇവിടെ നല്ല വലിപ്പമുള്ള കേവാണ്. ഇങ്ങോട്ട് വാ. എന്ത് ലാപ്പീസ്? ഞാൻ കണ്ടു. ഞാൻ ഇപ്പം ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ കുറേ അയണും ഗോൾഡൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടില്ലേ? ആ അയണിൻ്റെ ഒറ്റ മിനിറ്റ്. ഈ ഫോട്ടോ കൂട്ടി ഒന്നും ഇല്ലല്ലോ. ആ മേലൊക്കെ ഒരു വലിയ കേവ്, അത്രേന്നെ ഉള്ളൂ. അവർക്ക് ഡയമണ്ട് ഒന്നും ഉണ്ടാവില്ല. കോളുണ്ടായിക്കോട്ടെ. കോള് കുറവ്. ലാവി ചാവാതെ പോലെ എൻ്റെയൊക്കെയാണ് ഡയമണ്ട് ഉള്ളത്. സൂക്ഷിച്ചോ. ഇതേ സ്ലൈം ഇവിടെ. അയ്യോ അയ്യോ അടിച്ചെന്നാ എടി കുട്ടികൾ, സ്ലൈം കുട്ടികൾ. അതിനല്ലേ ഞാനും പറഞ്ഞു എൻ്റെ അടുത്തോ ഇതേ ഇഞ്ഞും കുട്ടികൾ. സ്ലൈം തരാം. തന്നു. അപ്പോൾ വാ, ഇനി എന്താ പോണ്ടി? ഡയമണ്ട് അധികം കിട്ടണില്ലല്ലോ. സ്പൈഡറിനെ കൊന്നോ? അമ്പുണ്ടാക്കാം. ഇങ്ങനെ പേടിയാണ് ഇരുന്നിരുന്നോ. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഒബ്സീഡിയൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നെതറിലോട്ട് പോകാൻ ആവശ്യമുണ്ടാകും. ഒരു 1 മിനിറ്റ് ഇട്ടാ വെള്ളം ഒഴിച്ചാണ്ട് പോകും. ആ പൊട്ടിച്ചോ. ഹൈ കണ്ടാ, നമ്മള് റിച്ച് പീപ്പിളായി. ഡയമണ്ട് പിക്കാക്സ് ആയിട്ടൊക്കെയാണ് പൊളിച്ചിട്ടുണ്ട്. ഈ സാധനം മൊത്തം ഞാൻ എടുത്തോണ്ട് പോകാനെന്നുള്ളു. ഇത് ചെയ്യാനാ? ഞാൻ കാണിച്ചു കൊടുത്തോണ്ട് ഓൾക്ക് 4 ഉണ്ടായി ഡയമണ്ട്. അല്ലെങ്കിൽ ഓള് പൊട്ടത്തിയായി അവിടെ ഇരിക്കേണ്ടി വരും. അല്ല, വന്ന വഴി അറിയോ? കാരണം ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല വന്ന വഴി എങ്ങനെയാണ് എന്ന്. ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്. ഞാൻ പോവാട്ടാ. ഞാൻ വീട്ടിൽ പോവാ. XPയാ? ഒരു മഞ്ഞ പുള്ളിയാ? അതെ XP. ഞാൻ എൻ്റെ ഇതിലേക്ക് കയറും. ഇതും എവിടെ? ഇവിടെ കുറേ ഉണ്ടോ? എവിടെ കുറേ? ആകെ ഒന്നിട്ട് ഈ കൊയ്യിക്കോയാ? അയ്യോ ഇറങ്ങടെ. ബ്ലോക്കൊക്കെ മേലെ കിട്ടി. കൊയ്യിലുണ്ടതിന് 10 ഉണ്ടാ? എൻ്റെ കാറിനുണ്ട്. ഇനി 4 പാടി വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച്. എന്ത് നമുക്ക് റീപ്പർ കിട്ടിയ? അല്ല എടി ഡയമണ്ട് ഗായ്സ്, അടുത്ത ഡയമണ്ട് കിട്ടി ഗായ്സ്. മതി. ആകെ ഒന്ന് ഇതിൻ്റെ അടിയിലേക്ക് ഉണ്ടാഞ്ഞ്. വേണ്ട ഓടി വന്ന് ഇത് ചെയ്യാൻ വേണ്ടി. അതാ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ ഒന്നുള്ളൂ. ഓള് പൊട്ടിച്ചപ്പോൾ ഓൾക്ക് 4 കിട്ടി. ലക്കിയ. അതെ. രാവിലെ എങ്ങനെ ക്ലിച്ചായതാണോ? ഗോൾഡ് വെച്ച് കുറേ കിട്ടിട്ടോ. ഗോൾഡ് എത്തിനാണ് നമുക്ക് ഇതിൽ യൂസ്. ഇതിൽ പിന്നെ പിഗ്ലിൻസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓൾക്ക് ബാറ്ററി ചെയ്യാനും. ഇതിൽ പിന്നെ നെതറൈറ്റിൻ്റെ ഐറ്റംസ് ഒന്നും ഉണ്ടാകത്തില്ല. ഡയമണ്ട് വരെ തന്നെ ഉള്ളൂ. മാക്സ് ഡയമണ്ടാണ്. അപ്പോൾ കിട്ടിയാ? 10 കിട്ടിയാ? അതുണ്ടല്ലോ. 10 കിട്ടിയാ? ഞാൻ 3 പാടി എടുക്കേ. പൊട്ടിച്ചേ? ഞാൻ ഒഴിവാക്കിക്കോളാം. ഇജ്ജ് പൊട്ടിച്ച് കഴിയുമ്പോൾ ഞാൻ ഒഴിവാക്കിക്കോളാം. ഒഴിവാക്കിയില്ലേ?
ആ 5 നേരെ പോയി ഇവിടെ ലാവ ഉണ്ടായിന് തീക്ക് വിൽക്കണ്ടേനെ ഒളിച്ച് ചെയ്യണ്ട് മേടിച്ചണ്ട ആ ബാക്കത്ത് കട്ട പൊട്ടിച്ചല്ലേ പൊട്ടിച്ചാൽ വെള്ളം വരും. ലാവ ഉണ്ട് അടിയിൽ നിൽക്കട്ടോ. എന്നാ ഡയമണ്ട് പിക്കേഴ്സ് അടിക്കാം, ഞാൻ എനിക്കെന്നെ തരാം. എന്നെ അതിമ നെക്കി പൊടിയേ നമ്മളെ അടിയത്താടെ പിക്കേഴ്സ്. ആ മാറിക്ക് ഓക്കെ. എൻ്റെയൊക്കെ ഇപ്പം എത്ര ഇതുണ്ട് ഒബ്സിഡിയൻ? എൻ്റെയൊക്കെ എത്ര ഒബ്സിഡിയൻ ഉണ്ട്? ആ ഈ കട്ടൻ്റെ പേരാണ് ഒബ്സിഡിയൻ. ഇപ്പോൾക്കൊന്നും അറിയത്തില്ല ഗൈസ്, അതുകൊണ്ടാണ്. എത്ര ഉണ്ട്? എൻ്റെയൊക്കെ എത്ര ഉണ്ട് പറയ്. ഇവിടെ ഒരു കറുപ്പ് കട്ട ആണോ? അപ്പോൾ ഒന്നും കൂടി മതി. എൻ്റെയൊക്കെ 7 10 ഉണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാം. എൻ്റെ ഡയമണ്ട് പിക്കാക്സ് പിന്നെ എൻ്റെ എനിക്ക് തന്നെ തരണ്ടേ? ഹൈ എൻ്റെ അടുത്തൊന്നല്ല, ഇൻ്റെയൊക്കെ തന്നെ വന്നു. ഹൈ അപ്പം ഇനി നമുക്ക് മേലേക്ക് പോവല്ലേ? എൻ്റെയൊക്കെ എത്ര അയണുണ്ട്? അയ്യോ സോംബി കത്തി പിടിച്ച് സോംബി തന്നെ. അത് മേത്ത് കത്തിയല്ലേ തീ പിടിച്ചു. ആ ചത്തില്ലേ? ഇനി വയ്യേതാ? അങ്ങനെ പെരയ്ക്ക് പോകാൻ വയ്യറിയോ? വീടെങ്കിൽ വീട്, പെരയില്ലേ പെര, ഏതെങ്കിലും. ഞാൻ എങ്ങനെ പോകണ്ടേ അറിയോന്ന് ഞാൻ ചോദിച്ച്. ഓ അയണെടുത്താ പോയി ഇന്ത്യയൊക്കെ കട്ടാളിയാ. എന്നാൽ കട്ടാട്ടെ. ബ്ലോക്ക് ഏതെങ്കിലുമൊക്കെ ഒരു എന്നാ വേണ്ട, അവിടെ നോട്ടെ. അപ്പം നമുക്ക് ഇനി വീട്ടിലോട്ട് പോവാം. ഗൈസ് നമ്മളുടെ ഇത് കാണില്ല. ഓള് പറഞ്ഞു അവിടെ ഓള് കണ്ടു എന്ന്. നമ്മളെ ചെസ്റ്റ് വെച്ച ഭാഗം, ഈ ഭാഗം നമ്മൾ വന്നതായിട്ടൊക്കെ ഒരു ചെറിയ ഓർമ്മ ഉണ്ട് തോന്നുന്നു. അങ്ങോട്ട് നമ്മൾ പോയാ? ആ ഇവിടെ ഓക്കെ. നമ്മൾ ഓ ഗായ്സ് നമ്മൾ എത്ര നേരം കഴിഞ്ഞു ഇവിടെ എന്നാ? അയ്യോ എന്തോ ക്രീപ്പറുണ്ടോ? ശബ്ദം കേട്ടു. അതിൽ ബ്ലോക്സ് ഉണ്ടാ ആ ചെസ്റ്റിൽ? കുറച്ച് ബ്ലോക്ക് അധികം ബ്ലോക്ക് ഉണ്ടാ? കട്ട, വെറും കട്ട, കല്ല്. അവൾക്കൊക്കെ തനി മലയാളം പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ കേൾക്കൂല. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം. ഞാൻ കുറച്ച് കട്ടെടുക്കും. അപ്പോൾ വീട്ടിലോട്ട് ഞാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതേ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അവസാനം കുറേ നാളുകൾക്ക് ശേഷം എത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞേ? ബെഡ് അവിടെ വെച്ചോളെ. ഇതാണ് ഞങ്ങളുടെ വീട്. സ്റ്റോറേജ് കോട്ട. ഇതില് ഇതൊക്കെ കൊണ്ടുപോയി കരിച്ചാൻ വെച്ചാ കത്തിച്ച് ഞാൻ എനിക്ക് തരുന്നുണ്ട്. ഇനി ഉണ്ടോ നോക്കട്ടെ. നീ ആ വണ്ടിക്കോ. അപ്പം ഇനി നമുക്ക് എത്തുണ്ടാക്കണ്ടേ? ഇതൊക്കെ ഒന്ന് നമുക്ക് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാം. ഇതൊക്കെ ഇതിലിരിക്കട്ടെ. ഇങ്ങനത്തെ ഓർ ഐറ്റംസ് ഒക്കെ ഇതിലിരിക്കട്ടെ. സ്ലൈമ് ഫ്രഷസ്, അതായത് നല്ല എന്താ ഇപ്പം പറയാ, ഒന്നും പറയുന്നില്ല. കോളില്ല? അതൊക്കെ മതിയാവും. കോളിലിട്ട് കുറേ ഉണ്ടാക്കാം. ഡയമണ്ട് ഈ പെട്ടിയിൽ വെച്ചാൽ ഇവിടെ ഈ പെട്ടിയിൽ ഈ 2 പെട്ടിയാണ് നമ്മളുടെ എക്സ്പെൻസീവ് സാധനങ്ങൾ. ഇവിടെ ഇതും ഈ അടിയത്തും ഞാൻ അടിയത്തിയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ അങ്ങനെ ഗായ്സ്
ഇത് നോക്കൂ, നമ്മൾ ഫുൾ അയൺ ആർമർ ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ ഫുൾ ടൂൾസും അയൺ ആർമറും ആയിട്ടുണ്ട് വിത്ത് ബക്കറ്റ് അടക്കം. ഇപ്പോൾ നമ്മളുടെ ഈ ക്രാഫ്റ്റ് വേൾഡ് സീരീസിലെ ഫസ്റ്റ് സീരീസിലെ അയൺ ആർമർ ഇനി നമ്മൾ ഡയമണ്ടിലോട്ടൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ വരും വീഡിയോസ് നിങ്ങൾ എന്തായാലും കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല അടിപൊളി മൈനിങ് ഒക്കെ ചെയ്ത് കുറേ അയണൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ ദ വാച്ചിങ്. ബൈ.